യേശുവിൻ്റെ മരണത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിൻ്റെ മരണം ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെടുന്നത് പോലെയാണ്. പിൽക്കാലത്ത് വിളിച്ചു പറഞ്ഞോ, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. ആരാണ് ആ കുഞ്ഞാട്? അത് യേശു ക്രിസ്തുവാണ്. പെസഹ കുഞ്ഞാടിന്റെ അറുക്കപ്പെടുന്ന പ്രമാണം പഠിപ്പിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ്. നീണ്ട 4 നൂറ്റാണ്ടിലെ മിസ്രൈമ്യ പ്രവാസത്തിൽ നിന്നവൻ പുറത്തു വരുന്ന നാളുകൾ എടുക്കുമ്പോൾ മോശ എന്ന ദൈവന്യായാധിപന്റെ അടുക്കൽ, പ്രവാചകന്റെ അടുക്കൽ ദൈവം പറഞ്ഞു കൊടുത്ത തിരുവായ്മൊഴികളെ അങ്ങനെ മോശ പറയുകയാണ്, നീ ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് 4 ദിവസം സൂക്ഷിച്ചു നിർത്തി അതിനെ ശുദ്ധീകരണം കഴിഞ്ഞ ശേഷം നീ അതിനെ അറുക്കണം. നീ അതിനെ അറുത്ത് കയ്പ് ചീരയോടുകൂടെ തിന്നണം, ചുട്ടു തിന്നണം. പിന്നെയും പറയുകയാണ്, നിന്റെ വീട്ടിൽ ആളെണ്ണം പോരായെങ്കിൽ അയൽക്കാരനും കൂടെ ചേർത്ത് തിന്നണമെന്ന് പറയുകയാണ്. അങ്ങനെ ആ പ്രമാണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 46-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അതിൽ ഒരു അസ്ഥിയും ഒടിക്കരുത്, അതിൽ ഒരസ്ഥിയും ഒടിക്കരുത്. അറുക്കപ്പെടുന്ന കുഞ്ഞാടിന്റെ അസ്ഥികൾ ഒടിക്കപ്പെടരുത്. പാപപരിഹാരത്തിനായി ദൈവത്തിന് അർപ്പണം ചെയ്യുന്ന കുഞ്ഞാടിന്റെ അസ്ഥി ഒടിക്കരുത്. അത് ഒടിച്ചാൽ അത് പെസഹയുടെ പ്രമാണത്തിന്റെ ലംഘനമാണ്. പക്ഷേ ഇവിടെ യേശു കർത്താവ് എന്ന ദൈവ കുഞ്ഞാടിനെ യാഗം കഴിക്കുന്നത് ദൈവാലയത്തിലെ പുരോഹിതന്മാരല്ലല്ലോ, ലേവ്യ പുരോഹിതന്മാരല്ലല്ലോ, ലേവ്യ പുരോഹിതന്റെ ആൺകുഞ്ഞുങ്ങളല്ല. ആ ആട്ടിനെ തോലിരിച്ചു വെക്കുന്നത് റോമൻ കിരാത പടയാളികൾ, റോമൻ ഗവർണറുടെ വാക്കുകേട്ട് അവൻ പ്രതികാരത്തിന്റെ വാഞ്ചയ്ക്കകത്തു നിൽക്കുന്ന യഹൂദ്യ മതമേലധികാരികൾ, പ്രമാണവും നിയോഗവും തിരിച്ചറിയാത്തവന്മാരല്ലേ ഈ കുഞ്ഞാടിനെ അറുക്കുന്നത്. അവർക്കവിടെ പെസഹയുടെ പ്രമാണം അറിയാം. അവർ ഇത് പെസഹ കുഞ്ഞാടെന്ന് പറഞ്ഞല്ലോ, അവരുടെ ശത്രുവെന്ന് പറഞ്ഞല്ലേ കൊല്ലുന്നത്. പക്ഷേ ആര് കൊന്നാലും പ്രമാണത്തെ മുറിക്കാൻ യേശുവിന്റെ ശരീരത്തിൽ കഴിയത്തില്ല. കാരണം പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറഞ്ഞോ, പെസഹ കുഞ്ഞാടിന്റെ അസ്ഥി ഒടിക്കരുതെന്ന്. എന്നാൽ അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ 34-ാം സങ്കീർത്തനത്തിന്റെ 20-ാം വാക്യത്തിൽ പറഞ്ഞോ, അവന്റെ അസ്ഥികളെ എല്ലാം ദൈവം സൂക്ഷിക്കുക, അവയിൽ ഒന്നും ഒടിഞ്ഞു പോകത്തില്ലെന്ന്. കണ്ടോ, പുറപ്പാട് 12-ൽ പറഞ്ഞ അവന്റെ അസ്ഥി ഒടിക്കരുതെന്ന്. എന്നാൽ സങ്കീർത്തനത്തിൽ പറയുക, ഇനി ഒരുത്തൻ ഒടിക്കാൻ കയറി വന്നാലും അത് ഓടിക്കാൻ സാധിക്കുകയില്ല. അവന്റെ അസ്ഥികളെല്ലാം ദൈവം സൂക്ഷിക്കുന്നു, അവ ഒടിഞ്ഞു പോകുകയുമില്ല. ഇന്ന് രാത്രി ഞാൻ അതിൽ നിന്ന് ഒരു കാര്യം പറയാം. ഒരു കൽപ്പന ദൈവം നൽകിയാൽ, ഒരു പ്രമാണം ദൈവം നൽകിയാൽ, അതിനൊത്തവണ്ണം മനുഷ്യനെ സൂക്ഷിപ്പാൻ, അതിനൊത്തവണ്ണം മനുഷ്യനെ പ്രാപ്തനാക്കുവാൻ കരുത്തുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. പുറപ്പാട് 12-ൽ വിളിച്ചു പറഞ്ഞോ, അവന്റെ അസ്ഥികളെ ഒടിക്കരുതെന്ന്. ഇപ്പോൾ 34-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, ഒടിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മീതെ കയറി ഒരുത്തൻ ഒടിക്കാൻ വന്നാൽ അത് നടക്കുകയില്ല. അവന്റെ അസ്ഥികളിൽ ഒന്നുപോലും ഒടിയാതെ ഞാൻ സൂക്ഷിക്കുന്ന ദൈവമാണ്. പുറപ്പാട് പുസ്തകത്തിൽ ദൈവം പറഞ്ഞവന്റെ അസ്ഥി ഒടിക്കരുതെന്ന്. ഇപ്പോൾ യോഹന്നാന്റെ ഇപ്പോൾ സങ്കീർത്തനത്തിൽ പറയുകയാണ് അത് ഒടിയത്തില്ലെന്ന്. എന്നാൽ ഒടിയത്തില്ലെന്ന് വാക്കുകൊണ്ട് ഒടിക്കരുതെന്ന് കൽപ്പനയുമുണ്ട്. പക്ഷേ ആരേലും കയറി ഒടിച്ചാൽ എന്ത് ചെയ്യും? കാൽവറിയുടെ ഗിരിമുകളിൽ കള്ളന്മാരുടെ നടുവിൽ യേശു കിടക്കുകയാണ്. നട്ടുച്ചയ്ക്ക് 12 മണിയായപ്പോൾ സൂര്യൻ അസ്തമിച്ചു. യേശു ഉറക്ക നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന മാനവരാശിയുടെ നിലവിളിയെ യേശു കർത്താവ് ഉയർത്തി നിലവിളിച്ചനന്തര എൻ്റെ പ്രാണനെ തൃക്കൈയിൽ ഫലമേൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് നിവർത്തിയായി എന്ന് പറഞ്ഞ് തലചാഞ്ഞുകൊണ്ട് യേശു തൻ്റെ പ്രാണനെ വിട്ടു. ആമേൻ. എന്നാൽ ആ അത് ശബത്തിന്റെ തലേനാളാകൊണ്ട് ജീവനോടെ ഒരുവൻ ക്രൂശിന്മേൽ ഇരിക്കരുതെന്നും കണ്ടുകൊണ്ട് പടയാളികൾ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നോ. യേശുവിൻ്റെ ഇരുവശത്തുമുള്ള കള്ളന്മാർ ഊർദ്ധശ്വാസം വലിച്ചു കിടക്കുന്നത് കണ്ടിട്ട് ആ പടയാളികളിൽ ഒരുത്തൻ യേശുവിൻ്റെ വലത്തുഭാഗത്തു നിൽക്കുന്ന ക്രൂശിലെ കള്ളൻ്റെ കാലിനെ തല്ലിയൊടിച്ചോ. ഇടത്തുഭാഗത്തു നിൽക്കുന്ന ക്രൂശിലെ കള്ളൻ്റെ കാലിനെയും മറ്റൊരുത്തൻ തല്ലിയൊടിച്ചോ. എന്നിട്ട് മൂന്നാമത് യേശുവിൻ്റെ കുരിശിങ്കിലേക്ക് അടുത്ത് വരുമ്പോൾ ഒരുത്തനൊരു സംശയം, എടോ ഇവനെ തല്ലിക്കൊല്ലേണ്ട കാര്യം ഇനിയില്ല, ഇവൻ ഓൾറെഡി ചത്തെന്നാ തോന്നുന്നത്. അപ്പോൾ കൂടെ നിന്ന പടയാളിക്കൊരു സംശയം, ഇല്ലടോ ഇവൻ ചത്തെന്നുപോലെ കിടക്കുന്ന
കൊടുക്കുന്നെങ്കിൽ ഇവൻ ചാകാൻ വഴിയില്ല. കാരണം ഇവന്മാര് രണ്ടുപേരെ കാട്ടിലും ഇവനാണ് നീതിമാൻ, ചാകാൻ വഴിയില്ല. നീ ഒരു കാര്യം ചെയ്യ്, അവന്റെ ചങ്കിലൊന്ന് കുത്തി നോക്ക്, ജീവനുണ്ടോ എന്ന്. വെറുതെ അഭിനയിച്ച് കിടക്കുകയാണെങ്കിലോ. എന്തായിരുന്നാലും കയ്യിലിരുന്ന കുന്തത്തെ ഉയർത്തി കുരിശിങ്കലേക്ക് ഉയർത്തിക്കൊണ്ട പടയാളി അവന്റെ വാരിയല്ലുകളുടെ ഇടയിൽ കൂടെ ആ ചങ്കിനകത്തൊന്ന് കുത്തി നോക്കി. വിലാപ്പുറത്ത് പാഞ്ഞു കയറിയ ആ കുന്തത്തിനകത്തുനിന്ന് രക്തം ഒഴുകിയെങ്കിലോ ഒടുവിൽ ആ കുന്തത്തിന്റെ മുനയിൽ മുഴുവനോ ചലം നിറഞ്ഞ കുന്തം വലിച്ചെടുക്കുമ്പോൾ ആ പടയാളികൾ തിരിച്ചറിഞ്ഞോ അവനിൽ ജീവൻ ശേഷിപ്പില്ല. പടയാളികൾ തമ്മിൽ പറഞ്ഞോ ഇവന്റെ കാലിനി ഒടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞോ. എൻ്റെ സഹോദരങ്ങളെ, പടയാളികൾ കാലൊടിക്കാതെ പോയത് അവിചാരിതമായിരുന്നില്ല. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ദൈവം മോശ മുഖാന്തരം പറഞ്ഞ പ്രമാണ കാൽവറിയുടെ ഗിരിമുകളിൽ നിവർത്തീകരിക്കപ്പെടുകയായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് എഴുതി വെച്ചത്, അവൻ തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. തീർന്നില്ല, അവൻ തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അവൻ അടക്കപ്പെട്ടു. അപ്പോൾ യേശുവിൻ്റെ അടക്കത്തിനകത്ത് ദൈവത്തിൻ്റെ തിരുവെഴുത്തുണ്ടായിരുന്നു. യേശുവിൻ്റെ അടക്കം പോലും സ്വർഗം പ്രവചിച്ചതായിരുന്നു. യേശുവിൻ്റെ മരണം പോലെ അന്നുവരെ യേശുവിൻ്റെ രഹസ്യമായ ശിഷ്യന്മാരായിരുന്ന രണ്ടുപേർ യേശുവിൻ്റെ ശവം വാങ്ങുവാൻ തക്കവണ്ണം പീലാത്തോസിൻ്റെ മുറിക്കകത്ത് കയറി ചെന്നു. പീലാത്തോസ് യോസഫിനെ കണ്ടിട്ട് ചോദിച്ചു, ജോസഫ്, നീ ഇത്ര മാന്യനായ മനുഷ്യനായി ഇത്ര ഉയർന്ന ലെവലിൽ നീ ജോലി ചെയ്യുന്നു, നിനക്ക് നാട്ടിൽ ഒരു വിലയും മാന്യതയും അന്തസ്സുമുണ്ട്, നീ എന്തിനാണ് ക്രൂശിൽ കിടക്കുന്ന അവന്റെ ശരീരം വാങ്ങുവാൻ വന്നത്? ആ മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ പറഞ്ഞു, ആ മനുഷ്യൻ പീലാത്തോസിന്റെ അടുക്കൽ പറഞ്ഞു, കഴിഞ്ഞ ചില വർഷങ്ങളായി ഞാൻ അവനെ രഹസ്യമായി അനുഗമിക്കുകയായിരുന്നു. ഞാൻ പരസ്യമായി സ്നാനമേറ്റിട്ടില്ല, ഞാൻ പരസ്യമായി മാനസാന്തരപ്പെട്ടിട്ടില്ല, ഞാൻ പരസ്യമായി സഭ മാറിയിട്ടില്ല. ഞാനിങ്ങനെ രഹസ്യമായിട്ടൊക്കെ വിടുതൽ ശുശ്രൂഷകൾക്ക് പോയി അനുഗ്രഹമൊക്കെ പ്രാപിക്കുകയായിരുന്നു. പക്ഷെ വരിസംഖ്യ പ്രധാന പള്ളിയിൽ തന്നെയാണ് കൊടുത്തിരുന്നത്. കാരണം പള്ളി ഭ്രഷ്ടനാകുമോ എന്ന്, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കുമോ എന്നുള്ള ഭയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ പകലിൽ ഞാനൊരു കാഴ്ച കണ്ടോ, കാൽവറിയുടെ ഗിരിമുകളിൽ തൂങ്ങിയാടുന്ന അവൻ്റെ കാൽവറിയുടെ ദർശനം ഞാൻ കണ്ടോ. ആ കാൽവറിയുടെ ദർശനം ഞാൻ കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞു. എൻ്റെ അകത്തുനിന്നൊരു തീരുമാനം വന്നു, ഞാനിനി ഒരു ക്രിപ്റ്റോ ക്രിസ്ത്യൻ, ഞാനൊരു രഹസ്യ ക്രിസ്ത്യാനിയല്ല, ഇനിയും ഞാൻ പരസ്യമായി അവനെ ഏറ്റുപറയോ. അത് കൊച്ചിന്റെ കല്യാണം മുടക്കിയാലും ശരി, അത് സംവരണം തടഞ്ഞാലും ശരി, അത് കോളേജിൽ ജോലി തരത്തില്ലെന്ന് പറഞ്ഞാലും ശരി, അത് പിള്ളേർക്ക് അഡ്മിഷൻ തരത്തില്ലെന്ന് പറഞ്ഞാലും ശരി, അവന്റെ അഡ്മിഷനെ കാട്ടിലോ, അവന്റെ കല്യാണാലോചനയെ കാട്ടിലോ, അവന്റെ കുടുംബത്തെ കാട്ടിലോ, അവന്റെ 6 അടിയുള്ള കോൺക്രീറ്റ് ശവക്കോട്ടയെ കാട്ടിലോ മഹത്വകരമായ രക്ഷയുടെ ദർശനം ഞാൻ കാൽവറിയിൽ കണ്ടു. ആ രാത്രി ആ സന്ധ്യയെങ്കിൽ യേശു കർത്താവിൻ്റെ ശരീരവും വാങ്ങി അരിമത്തിയിലെ യോസഫ് തൻ്റെ പൂങ്കാവനത്തിലേക്ക് കടന്നുപോയി. മനോഹരമായി ഒരു പൂന്തോപ്പാക്കി നിർത്തിയിരിക്കുന്ന ഒരു ചെറിയ ഗുഹയുള്ള മനോഹരമായിരിക്കുന്ന ഒരു സെമിട്രി, ആ സെമിട്രിയിലേക്ക് കടന്നുപോയി. പണി കഴിപ്പിച്ച് മനോഹരമായി കിടക്കുന്ന പുതുമണം മാറാത്ത ആ മനോഹര കല്ലറയ്ക്കകത്തെ യേശുവിൻ്റെ ശരീരം കൊണ്ടുവച്ചിട്ട് അരികത്തിരുന്ന ഒരു കല്ലുരുട്ടി അവിടെ വെച്ച് സംതൃപ്തനായി അരിമത്തിയിലെ യോസഫ് അവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ, യോസഫേ, നീ അറിഞ്ഞോ ഇത് യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായം 9-ാം വാക്യത്തിൽ എഴുതി വെച്ചതാണെന്ന്? അപ്പോൾ അരിമത്തിയിലെ യോസഫ് പറയും, ഇല്ലില്ല, 7 നൂറ്റാണ്ടുകൾക്കകത്ത് മുൻപ് എഴുതി വെച്ച വചനം കണ്ടിട്ടല്ല, പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് പ്രേരിപ്പിച്ചത് കൊണ്ട് ഞാൻ ചെയ്തതാണ്. എന്താണ് യെശയ്യാ 53-ൽ എഴുതിയിരുന്നത്? അതിങ്ങനെയാണ് എഴുതിയിരുന്നത്, അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു, പക്ഷേ അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. കണ്ടോ? റോമും യഹൂദനും വിധിച്ചത് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴിയാണ്. പക്ഷെ ദൈവം പറഞ്ഞു, നീ വെട്ടിയ ശവക്കുഴിക്കകത്ത് അവനെ വെക്കാൻ എനിക്ക് മനസ്സില്ലെന്നേ. പകരം സമ്പന്നനായിരിക്കുന്ന മന്ത്രിയായിരിക്കുന്ന യോസെഫിന്റെ അരിമത്വയിലെ കല്ലറയ്ക്കകത്ത് ഞാൻ അവനെ വെക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു.
തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ യേശു മരിച്ചത് ആകസ്മികമല്ല, എൻ്റെ യേശു മരിച്ചത് അവിചാരിതമല്ല, എൻ്റെ യേശു മരിച്ചത് സ്തോത്രം മനുഷ്യന്റെ പദ്ധതിക്കകത്തല്ല, പിശാചിന്റെ നിരൂപണങ്ങൾക്കകത്തല്ല. എൻ്റെ യേശു മരിച്ചത് അത് ദൈവത്തിന്റെ പദ്ധതിക്കകത്താണ്. ഇനിയും യേശു മരിച്ച സമയവും യേശു ജനിച്ച സമയവും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഗലാത്യലേഖനം 4-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചു. അപ്പൊ യേശു ജനിച്ച സമയം ഏതായിരുന്നെന്നറിയാമോ? യേശു ജനിച്ച സമയം ദൈവനിയോഗിതമായിരുന്നു. യേശു ജനിച്ച സമയം, എൻ്റെ സഹോദരങ്ങളെ, യേശു ജനിച്ച സമയത്തിനകത്തുള്ള ദൈവനിയോഗം വചനത്തിൽ നിന്നൊക്കെ എത്ര വേണമെങ്കിലും പ്രസംഗിക്കാം. എന്നാൽ അതിനകത്ത് 2 ചരിത്ര പശ്ചാത്തലങ്ങളെ ഞാൻ പറഞ്ഞു തരാം. ഇന്ന് നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന ബൈബിൾ അതെവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്നറിയാമോ? എബ്രായ ഭാഷയിൽ നിന്നല്ല. എബ്രായ ഭാഷയിൽ നിന്നല്ല ബൈബിൾ ഉത്ഭവിച്ചത്. ബൈബിൾ പരിവർത്തനം ചെയ്യപ്പെട്ടത്, അത് പിൽക്കാലത്ത് പരിവർത്തനം ചെയ്യപ്പെട്ടത് മുഴുവന് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. BC 331 തുടങ്ങി 168 വരെ ലോകം ഭരിച്ച അലക്സാണ്ടറിന്റെ ഗ്രീക്ക് സാമ്രാജ്യം 30ാമത്തെ വയസ്സെടുക്കുന്ന കാലഘട്ടത്തിൽ മരണം വഴിയായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം സെലൂക്യസിന്റെയും സ്ട്രോളമിയുടെയും കസാൻഡറിന്റെയും നേതൃത്വത്തിൽ പിരിഞ്ഞുപോയ ചതുർഭാഗമുള്ള ഗ്രീസ് സാമ്രാജ്യം, ഈ ഗ്രീക്ക് സാമ്രാജ്യമാണ് ലോകത്തിൽ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജിനെ ഉണ്ടാക്കിയത്. ഇന്ന് നമ്മുടെ അടുക്കൽ യൂണിവേഴ്സൽ ലാംഗ്വേജ് ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് ഇംഗ്ലീഷാണെന്ന്. എന്നാൽ ഇന്ന് ഇംഗ്ലീഷിനുള്ള പ്രാധാന്യത്തെക്കാട്ടിലോ ലോകത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഗ്രീക്ക് ഭാഷയ്ക്കായിരുന്നു. ലോകത്തെ മുഴുവനും ഏതാണ്ട് 3 നൂറ്റാണ്ട് കൈപ്പിടിക്കകത്തൊതുക്കി വെച്ച ആ രാഷ്ട്രം രാജകീയ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ ഉത്തരവും അതിൻ്റെതായ അളവിൽ ലോകത്തിന്റെ 5 വൻകരകളിലും ചെന്നെത്തുവാൻ തക്കവണ്ണം അവൻ ഗ്രീക്കിനെ ഒരു ആഗോള ഭാഷയായി വിപുലീകരിച്ചെടുത്തു. അങ്ങനെ അവനൊരു വലിയ മ്യൂസിയം പണിതു. ആ മ്യൂസിയത്തിൽ സകല മതത്തിൻ്റെയും ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ യഹൂദന്റെ അടുക്കൽ വിളിച്ചു പറഞ്ഞു, നിന്റെ മതഗ്രന്ഥവും ഞങ്ങൾക്കൊന്ന് ഗ്രീക്ക് ഭാഷയിലാക്കി തരണമെന്ന്. അങ്ങനെ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ്, സർവ്വലോകത്തിൻ്റെയും രക്ഷകനായിരിക്കുന്നവൻ ഭൂമിയിൽ ജനിക്കുമ്പോൾ മാനവരാശിയോട് മുഴുവനും ആ സുവിശേഷം വിളിച്ചു പറയുവാൻ, ലോകത്തിന് മുഴുവനും ഗ്രഹിക്കുവാൻ കഴിയുന്ന ഒരു ഏക ഭാഷ വേണമായിരുന്നു. ആ ഏക ഭാഷയിലേക്ക്, ആ ഗ്രീക്കിലേക്ക് തിരുവെഴുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും കൈകളിൽ ഈ മലയാളം ബൈബിൾ ഇരിക്കുന്നത്. നമ്മുടെ ആരുടെയും കയ്യിലിരിക്കുന്ന മലയാളം ബൈബിൾ എബ്രായ ഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്തതല്ല, അത് സെപ്റ്റ്വജിന്റ് അല്ലെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്തതാണ്. ഞാൻ അതിനോട് ചേർത്ത് ഒരു സംഗതി കൂടെ പറയാം. ഇങ്ങനെ ഈ ഗ്രീക്ക് ഭാഷയിലേക്ക് എബ്രായ ഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിനകത്ത് സജീവമായി പങ്കെടുത്ത ഒരു മനുഷ്യനായിരുന്നു ശിമയോൻ. ഈ ശിമയോനാണ് യെശയ്യാ പ്രവചനം ഇങ്ങനെ വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന്. ശിമയോന് പറഞ്ഞു, ഓ അത് തെറ്റാണ്. ആകയാൽ ശിമയോൻ അവിടുത്തെ കൗൺസിലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന്. അതിന് സാധ്യതയില്ലല്ലോ, അതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ തിരുത്തി എഴുതാം, ഒരു യുവതി ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുക, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമെന്ന്. അന്ന് രാത്രി അവർ ചർച്ചയായി, പക്ഷേ ഒരു തീരുമാനമെത്തിയില്ല. ആ രാത്രി ശിമയോൻ പോയി ഉറക്കമില്ലാതെ ഇങ്ങനെ അസ്വസ്ഥനായി കിടക്കുകയാണ്. യുവതി എന്നെഴുതണോ കന്യക എന്നെഴുതണോ? ആ രാത്രി ദൈവത്തിന്റെ അരുളപ്പാട് ശിമയോനുണ്ടായി. ശിമയോന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സഖാവേ, താങ്കൾക്ക് സംശയമല്ലേ യുവതിയാണോ കന്യകയാണോ എന്ന്? എന്നാ പിന്നൊരു കാര്യം പറയാം, നീ ഇനി അത് കണ്ടിട്ട് മരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആമേൻ. കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും,
നീ അത് കണ്ടിട്ട് മരിച്ചാൽ മതി. മനസ്സുണ്ട് എഴുതി വെക്ക്, സെപ്റ്റുജിന്റ് ബൈബിളിനകത്ത് കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കുമെന്ന്. എൻ്റെ സഹോദരങ്ങളെ, മോശയുടെ കാലം തുടങ്ങി സകല മനുഷ്യനും മരിക്കുന്നത് 120 വയസ്സിലാണ്. പാവം ശിമയോൻ 120 വയസ്സ് തുടങ്ങി മരണമെണ്ണാൻ തുടങ്ങി. അവസാനം ഈ മനുഷ്യൻ മരിച്ചത് എത്രാമത്തെ വയസ്സിലാണെന്നറിയാമോ? 360 വയസ്സായിട്ട് 120/3 മൂന്ന് പുരുഷായുസ് ഈ മനുഷ്യൻ ജീവിച്ചിരുന്നു. അതുകൊണ്ടാണ് 360ാമത്തെ വയസ്സെത്തിയപ്പോൾ കൊച്ചു കുഞ്ഞിനെ ഇങ്ങനെ കയ്യിലെത്തി സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നാഥാ സമാധാനമായി, 3 ആയുസ് ഞാൻ ജീവിച്ചു തീർത്തോ, ഇനി എനിക്കങ്ങ് മരിക്കാമല്ലോ എന്ന്. ഇപ്പോൾ നാഥാ നീ എന്നെ സമാധാനത്തോടെ വിട്ടയക്കുന്നുവെന്ന്. എന്ന് പറഞ്ഞാൽ മരിക്കാൻ നീ വരട്ടെ, പിടിച്ചവിടെ നിർത്തിയിട്ട് പറഞ്ഞു നീ മരിക്കാൻ പറ്റത്തില്ലെന്ന്. ഇപ്പോൾ ശിശുവിനെ കയ്യിലെന്തിയിട്ട് ശിമയോൻ പറയുക, ഇപ്പോൾ നാഥാ നീ എന്നെ സമാധാനത്തോടെ വിട്ടയക്കുന്നു, ഞാൻ ഇനിയും പോയി വിശ്രമിക്കട്ടെ. ഞാൻ കണ്ടു അന്നെൻ്റെ അബദ്ധത്തിൽ ഒരു ദിവസം പറഞ്ഞു കന്യക ഗർഭിണിയാകത്തില്ലെന്ന്, പക്ഷെ ഞാനത് കണ്ടു. ഇപ്പോൾ നാഥാ നീ എന്നെ സമാധാനത്തോടെ വിട്ടയക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ ഗ്രീക്ക് ഭാഷ ഉണ്ടായില്ലായിരുന്നെങ്കിൽ സുവിശേഷം എങ്ങനെ ലോകം മുഴുവൻ പടർന്നെത്തിയനെ? അപ്പോൾ യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ യേശു ജനിച്ചുവെന്നോ മരിച്ചുവെന്നോ ഉയർത്തെഴുന്നേറ്റുവെന്നുമുള്ള സുവിശേഷ ലോകം മുഴുവനും എത്തിക്കാനുള്ള ഭാഷയും ലിപിയും അടിച്ചു വെച്ചിട്ടാണ് ദൈവം എന്തോ ചെയ്തത്? യേശുവിനെ ജനിപ്പിച്ചത്. ഇനിയോ യേശു കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ പോകാൻ നേരം ഒരു വാക്ക് പറഞ്ഞിട്ട് പോയി. എന്താണ് പറഞ്ഞതെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കുക. നിങ്ങൾ യഹൂദ്യയിലും യെരൂശലേമിലും ശമര്യയിലും അവിടം തുടങ്ങി ഗലീലയ്ക്കപ്പുറം ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളങ്ങ് യാത്ര ചെയ്യണം. നിങ്ങൾ സുവിശേഷവുമായി യാത്ര ചെയ്യണമെന്ന്. എൻ്റെ സഹോദരങ്ങളെ, ഇംഗ്ലീഷിലൊരു പഴമൊഴിയുണ്ട്, എവരി റോഡ് എൻഡ്സ് ടു റോം എന്ന്. സകല പാതകളും റോമിൽ ചെന്ന് അവസാനിക്കുക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗതാഗത സംവിധാനം, റോഡ് ഗതാഗതം സ്ഥാപിച്ച സാമ്രാജ്യം ഏതാണെന്നറിയാമോ? അത് റോമാ സാമ്രാജ്യമാണ്. ഇനിയും അടുത്തത് റോമാ സാമ്രാജ്യം ക്രൈസ്തവർക്കെതിരെ ഒത്തിരി പീഡ ചെയ്തെന്നൊക്കെ നമ്മൾ പറയാം. പക്ഷേ കടൽ കൊള്ളയ്ക്ക് ഏറ്റവും വലിയ വിരാമം ഇടിവിച്ചത് റോമാ സാമ്രാജ്യമാണ്. എന്ന് പറഞ്ഞാൽ യേശു കർത്താവിൻ്റെ സുവിശേഷവുമായി ലോകം മുഴുവൻ കടന്നെത്താൻ വഴിയും കപ്പലുകളും ഒരുക്കിയിട്ടത് റോമാ സാമ്രാജ്യമാണെന്ന്. എന്തൊരു പദ്ധതിയാണെന്ന് ഓർത്തു കൊള്ളണമേ. അപ്പോൾ ഗ്രീക്ക് സാമ്രാജ്യം അവസാനിച്ച് റോമാ സാമ്രാജ്യം ഭരണത്തിലേക്ക് കയറി വന്ന് അതിൻ്റെ ഗതാഗത സംവിധാനം ഉറപ്പിക്കുമ്പോൾ, യേശു കർത്താവിനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ സ്വർഗം പറയുകയായിരുന്നു, സമയം തെറ്റിയിട്ടില്ല, ദൈവം സകലവോ അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു. അവൻ തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം അടക്കം ചെയ്യപ്പെട്ടു. ഇന്ന് രാത്രി പറയട്ടെ, യേശു കർത്താവ് അവൻ ദൈവത്തിൻ്റെ സമയത്തിനകത്ത് ജനിച്ചവനാണ്. ദൈവത്തിൻ്റെ സമയത്തിനകത്ത് ജനിച്ചവനാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ പറഞ്ഞൊരു ഭാഗമുണ്ട്. 26-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 45-ാം വാക്യത്തിൽ യേശു കർത്താവ് പറയുകയാണ്, മത്തായി സുവിശേഷത്തെ നാഴിക അടുത്തു, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് തൻ്റെ ആത്മാവിലെ ക്ലോക്കിൽ അതിൻ്റെ കടികാരത്തിലെ സൂചി അനങ്ങുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ അടുക്കൽ പിതാവായ ദൈവം പറഞ്ഞു വിട്ടിരുന്നു, മോനെ നിന്റെ മരണം ഇത്ര മണിക്കായിരിക്കും, കുഞ്ഞേ നിന്റെ മരണത്തിന് മുൻപേ ഇത്ര മണിയിലായിരിക്കും അവർ നിന്നെ പിടിച്ചു കൊണ്ടുപോകുന്നത്, ഇത്ര ന്യായവിസ്താരങ്ങളിൽ ഇത്ര വിധങ്ങളിൽ അവർ നിന്നെ വിസ്തരിക്കുക, അത് ഇത്ര മിനിറ്റുകൾ നീണ്ടു നിൽക്കുക. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശുവിനെ പിടിക്കുവാൻ അവർ മല കയറി വരുന്നതിന് മുന്നേ യേശു അരികത്തുറങ്ങിക്കിടന്ന പത്രോസിനെ, യോഹന്നാനെ, യാക്കോബിനെ തട്ടി ഉണർത്തി വിളിച്ചിട്ട് പറഞ്ഞു, ടൈമായി, ഇനിയുമുള്ള സമയങ്ങൾ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയാണ്. കണ്ടോ, യേശു കർത്താവിൻ്റെ മരണത്തിൻ്റെ സമയം പോലും സ്വർഗം കുറിച്ചിട്ടിരുന്നു. യേശു കർത്താവിൻ്റെ അറസ്റ്റിൻ്റെ സമയം പോലും സ്വർഗം കുറിച്ചിട്ടിരുന്നു. യേശു കർത്താവിൻ്റെ പീഡാ സമയങ്ങൾ മുഴുവനോ സ്വർഗം കുറിച്ചിട്ടിരുന്നു. ഇനി അതിലെല്ലാറ്റിലുമുപരി തിരുവെഴുത്തുകളിൻ പ്രകാരം
പ്രകാരം അവൻ മരിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ അടക്കം ചെയ്യപ്പെട്ടു. പക്ഷേ തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ നിർബന്ധിതമായിട്ടല്ല മരിച്ചത്, പകരമോ അവൻ തന്നെത്താൻ സമർപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഗത്സമന തോട്ടത്തിൽ വെച്ച് യേശു കർത്താവിനെ പിടിപ്പാൻ കടന്നു വന്ന പള്ളിയിലെ പട്ടാളക്കാരിൽ മഹാപുരോഹിതന്റെ ദാസൻ സ്തോത്ര വാളു യേശുവിനെ എതിരെ നിൽക്കുമ്പോൾ പത്രോസ് അരികത്തു നിന്ന് കയ്യിലിരുന്ന വാളെടുത്തവന്റെ സ്തോത്ര കാതിനെ അറുക്കുമ്പോൾ ആ താഴെ വീണ കാതെടുത്ത് അവന്റെ ചെന്നിയോട് ചേർത്ത് അവൻ ഒട്ടിച്ചു കൊടുത്തവനെ സമാശ്വസിപ്പിച്ചിട്ട് അരികത്തു നിന്ന് പത്രോസിന്റെ അടുക്കൽ പറഞ്ഞു, പത്രോസ് നീ വാളെടുക്കണ്ട, നീ യുദ്ധം ചെയ്യാൻ നിൽക്കണ്ട. നമുക്കിതായിരുന്നു മാർഗമെങ്കിൽ ഞാൻ ഇപ്പോൾ എൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അവൻ 12 ലെഗ്യോനിലും അധികം ദൂതന്മാരെ എൻ്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് വിട്ടുതരത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ യേശു ശിഷ്യന്മാരുടെ അടുക്ക പറയാ, എടാ നിങ്ങളെല്ലാം കൂടെ കൂടിയ 12 പേരെ ഉള്ള എൻ്റെ കൂടെ നിൽക്കാൻ. പക്ഷേ ഞാൻ ദൈവത്തോടൊന്ന് പറഞ്ഞാൽ 12 ബറ്റാലിയൻ 12 ലീജിയനെ ദൈവം ഇവിടെ അയച്ചു തരുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ലീജിയണിൽ 6000 പേര്, 12 ലീജിയൻ ഇറങ്ങിയാൽ 72,000 പേര്. ഈ 72,000 പേരിൽ ഒരുത്തൻ ചിന്തിച്ചാൽ ഏതാണ്ട് 2 ലക്ഷം പേരെ അടിച്ചു കളയാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ 12 ലീജിയൻ ഇവിടെ ഇറങ്ങി നിന്നാൽ ലോകം യേശുവിന്റെ മുമ്പിൽ നിന്ന് കിട്ടുകിട്ടാ പറയ്ക്കോ. പക്ഷെ കർത്താവ് പറഞ്ഞോ, മോനെ നീ വാളുറയിലിട്, ഈ മരണം തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്, ഈ പീഡ തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് തന്റെ ശിഷ്യഗണത്തിന്റെ അടുക്കലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് വിളിച്ചു പറഞ്ഞു, കുഞ്ഞെ എൻ്റെ ജീവനെ പിശാച് കൊണ്ടുപോയെന്ന് നീ പറയരുത്, എൻ്റെ ജീവനെ മനുഷ്യൻ അപഹരിച്ചുവെന്ന് നീ പറയരുത്, നാട്ടുകാരെല്ലാം കൂടി എന്നെ ക്രൂശിച്ചു കൊന്നുവെന്ന് നീ പറയരുത്. പകരം നീ ഒരു കാര്യം തിരിച്ചറിയണം, എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, എൻ്റെ ജീവനെ ഞാൻ കൊടുക്കുന്നതാണ്. യേശു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. ആമേൻ. യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 തുടങ്ങി 10 വരെയുള്ള വാക്യങ്ങളിൽ 7 വിധ താഴ്ചകളും 7 വിധ ഉയർച്ചകളുമായിട്ട് പൗലോസ്ലീഹ ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെയും യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തെ വിളിച്ചു പറയുകയാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പൗലോസ് ആവർത്തിക്കുകയാണ്, അവന്റെ വിചാരങ്ങളിൽ ദൈവരൂപത്തിൽ ഇരിക്കണമെന്ന് അവൻ കരുതിയില്ല, ദൈവത്തോടുള്ള സമത്വം സൂക്ഷിക്കണമെന്ന് കരുതിയില്ല. അവൻ താൻ തന്നെ ദാസരൂപമെടുത്തു, താൻ തന്നെ മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ അവൻ താഴ്ത്തി, തന്നെത്താൻ അവൻ ഒഴിച്ചു. അവൻ മനസ്സോടെ ആ ശാപമരത്തിലേക്ക് ഇറങ്ങി വന്നുവെന്ന് ഇന്ന് രാത്രി ആ കാൽവറിയിലേക്ക് കണ്ണുകൾ ഉയർത്തി പറഞ്ഞാട്ട് അവൻ മനസ്സോടെ തിരുവെഴുത്തുകളിൻ പ്രകാരം കാൽവറിയുടെ ഗിരിമുകളിലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി പരമയാഗമായി പൗലോസ് പറയുകയാണ്, നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ മരിച്ചു. ഇന്ന് രാത്രി ഇരുകള്ളന്മാരുടെ നടുവിൽ മൂന്നാണിമേൽ മുൾക്കിരീടം ശിരസിൽ വഹിച്ച് തലചാഞ്ഞു കിടക്കുന്ന ക്രൂശിതനെ കണ്ടിട്ടൊന്ന് പറയാൻ കഴിയുമോ? ആ പച്ചമര കുരിശിൽ രക്തം കലർന്ന മാംസം പറിച്ചു കീറിയ അസ്ഥികൾ എണ്ണത്തക്കവണ്ണ നാഥാ നീ ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് ഒരു മനുഷ്യൻ വരുത്തി വെച്ചതല്ല. സ്വർഗം നിശ്ചയിച്ച സമയത്ത് പ്രവാചകന്മാർ പ്രവചിച്ചതിനൊത്തവണ്ണം നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ്. അതിന്റെ മുഴുവനും ഗുണഭോക്താവ് ഞാനാണ്, അതിന്റെ മുഴുവനും നന്മ അനുഭവിക്കുന്നത് ഞാനാണ്, അതിന്റെ മുഴുവനും അനുഗ്രഹം അനുഭവിക്കുന്നത് ഞാനാണ്. ഇന്ന് രാത്രി ആ ദർശനമുള്ളവർ കരമുയർത്തി യേശുവേ എന്നുറക്കെ വിളിച്ച് മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മനുവേല ദൈവ
പാടുമ്പോൾ സ്തോത്ര കാഴ്ച എടുക്കും. ആ കാൽവറിയുടെ സ്നേഹത്തിൽ നിങ്ങളുടെ കരങ്ങളെ ദൈവരാജ്യത്തിന് വേണ്ടി നീട്ടിയാട്ടെ. ഓ മനസ്സോടെ ശാപമാരത്തിൽ തൂങ്ങിയ മനുവേല ദൈവ ജാതാ, മനസ്സോടെ ശാപമാരത്തിൽ തൂങ്ങിയ മനുവേല ദൈവ ജാതാ, മനസ്സോടെ ശാപമാരത്തിൽ തൂങ്ങിയ മനുവേല ദൈവ ജാതാ, നിനക്ക് വേദന വരുത്തി വച്ചതി ഞാനയ്യോ, നിനക്ക് വേദന വരുത്തി വച്ചതി ഞാനയ്യോ, മല പോലെ ശാപം ചൊല്ലിച്ചിറങ്ങിയ നിലത്തിൻ പാതകം മൂലം, മല പോലെ ശാപം ചൊല്ലിച്ചിറങ്ങിയ നിലത്തിൻ പാതകം മൂലം, അലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിടാൻ വലിമ വീട്ടല്ലോ, അലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിടാൻ വലിമ വീട്ടല്ലോ, മനസ്സോടെ ശാപമാരത്തിൽ തൂങ്ങിയ മനുവേല ദൈവ ജാതാ, മനസ്സോടെ ശാപമാരത്തിൽ തൂങ്ങിയ മനുവേല ദൈവ ജാതാ, മനസ്സോടെ ശാപമാരത്തിൽ തൂങ്ങിയ മനുവേല ദൈവ ജാതാ, നിനക്ക് വേദന വരുത്തി വച്ചതി ഞാനയ്യോ, നിനക്ക് വേദന വരുത്തി വച്ചതി ഞാനയ്യോ, ദൈവ കോപത്തിൻ ദർശനം വിട്ടു ഭാവി ഞാനൊളിച്ചിടാൻ, ദൈവ ദർശനം വിട്ടു ഭാവി ഞാൻ ഒളിച്ചിടാൻ, ദൈവ കോപത്തിൻ ദർശനം വിട്ടു ഭാവി ഞാൻ ഒളിച്ചിടാൻ, സർവലോകത്തിൻ നായകനിൻ വിലാപം വീണ്ടല്ലോ, സർവലോകത്തിൻ നായകനിൻ വിലാപം വീണ്ടല്ലോ, മനസ്സോടെ ശാപമാരത്തിൽ തൂങ്ങിയ മനുവേല ദൈവ ജാതാ, മനസ്സോടെ ശാപമാരത്തിൽ തൂങ്ങിയ മനുവേല ദൈവ ജാതാ, മനസ്സോടെ ശാപമാരത്തിൽ തൂങ്ങിയ മനുവേല ദൈവ ജാതാ, നിനക്ക് വേദന വരുത്തി വച്ചതി ഞാനയ്യോ, നിനക്ക് വേദന വരുത്തി വച്ചതി ഞാനയ്യോ, നിനക്ക് വേദന വരുത്തി വച്ചതി ഞാനയ്യോ.
യേശുവിൻ്റെ കുരിശുമരണം കണ്ടിട്ട് വിശുദ്ധ പൗലോസ് പറയുകയാണ്, ഇത് റോമാക്കാരൻ്റെ സാമർഥ്യമല്ല, ഇത് യഹൂദൻ്റെ ഗൂഢാലോചനയല്ല, ഇത് കാലത്തിൻ്റെ കവിനീതിയല്ല, ഇത് ദൈവത്തിൻ്റെ നിർണയമാണ്, ഇത് പ്രവാചകന്മാർ എഴുതി വെച്ചതാണ്, ഇത് ദൈവത്തിൻ്റെ സമയമാണ്, ഇത് എൻ്റെ പാപമോചനത്തിന്, എൻ്റെ വീണ്ടെടുപ്പിനാണ്. ഇന്ന് രാത്രി ആ കാൽവറി എൻ്റെ വീണ്ടെടുപ്പാണ്, എൻ്റെ അനുഗ്രഹമാണ്, എൻ്റെ സൗഖ്യമാണ്, എൻ്റെ നന്മയാണ്. തിരിച്ചറിയുന്നവർ മാത്രം കരമുയർത്തി നന്ദിയോടെ ശക്തിയോടെ ശബ്ദമുയർത്തി ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ് 1 കൊരിന്ത്യർ 15:3, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തീർന്നോ തിരുവെഴുത്ത്? ഇല്ല. അതിൻ്റെ അടുത്ത വാക്യം, 4-ാം വാക്യം, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ നിന്റെ മരണവും അടക്കവും എഴുതിയിട്ടുണ്ടെങ്കിൽ ആ തിരുവെഴുത്ത് അവിടെ അവസാനിച്ചിട്ടില്ല. ആ തിരുവെഴുത്തിനകത്തൊരു ഉയർപ്പും കൂടെ എഴുതിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തിൻ്റെ ഒരു കഷ്ടതയുടെ മുൻപാകെ ഇത് ദൈവം അനുവദിച്ചതാണെന്ന്, നിന്റെ ജീവിതത്തിൻ്റെ ഒരു പ്രതികൂലത്തിന് മുൻപാകെ ഇത് ദൈവം അനുവദിച്ചതാണെന്ന്, നിന്റെ ജീവിതത്തിന്റെ ഒരു തകർച്ചയുടെ മുൻപാകെ ഇത് ദൈവം അനുവദിച്ചതാണെന്ന് നിനക്ക് വിളിച്ചു പറയുവാൻ കഴിയുമെങ്കിൽ അവന്റെ തിരുവെഴുത്തുകൾ മരണത്തിൽ അവസാനിച്ചില്ല, അവന്റെ തിരുവെഴുത്തുകൾ കല്ലറയിൽ അവസാനിച്ചില്ല, അവന്റെ തിരുവെഴുത്തിൽ ഒരു അധ്യായം കൂടെ എഴുതി ചേർത്തു. അവൻ തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. യേശു കർത്താവിന്റെ കാൽവറി മരണത്തിങ്കൽ അന്ന് രാത്രി ഹന്നാവും കയ്യഫാവ് തന്റെ ശയ്യയിൽ കിടന്നുറങ്ങി ആശ്വസിച്ചിട്ട് പറഞ്ഞു, അവസാനിച്ചു എന്ന്. പീലാത്തോസ് പറഞ്ഞു, തീർന്നെന്ന്. പക്ഷേ സ്വർഗം പറഞ്ഞു, നീ വായിച്ച അധ്യായത്തിനപ്പുറം ഞാനൊരു അധ്യായം എഴുതി വെച്ചിട്ടുണ്ട്. അത് നീ ക്രൂശിച്ച് അവസാനിപ്പിച്ച യേശു ക്രിസ്തുവിന്റെ ഉയർപ്പാണ്. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ തകർച്ച കണ്ട് പലരും പുസ്തകം മടക്കുമ്പോൾ അവരറിഞ്ഞില്ല, അവർ വായിച്ചിട്ടില്ലാത്തൊരധ്യായം, അവർ എഴുതിയിട്ടില്ലാത്തൊരധ്യായം, അവർ ഗ്രഹിച്ചിട്ടില്ലാത്തൊരധ്യായമുണ്ടെന്ന് ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന് അടിവരയിട്ട ലോകത്തെ നോക്കി പറ, എന്റെ ദൈവത്തിന്റെ തിരുവെഴുത്തുകളിൽ എന്റെ അവസാനമല്ല, എന്റെ അവസാനത്തിനപ്പുറം, എന്റെ അവസാനത്തിനപ്പുറം ഒരു ഉയർപ്പ് അവൻ എഴുതിയിട്ടുണ്ട്. ലാസ്മലിയ ഹഥാനിയ, റാസ്മേലിയ റഥോനിയ, ലാസ്ബെരി ഹഥേനിയ, ലാസ്മർത്തേനിയ, ലഹോരിയ, ലാസ്മേരിയ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ മരണം മാത്രമല്ല എഴുതിയത്, നിന്റെ ഉയർപ്പ് കൂടെ അവൻ അതിൽ എഴുതിയിരിക്കുന്നു. നീ തീർന്നെന്ന് പറഞ്ഞ മനുഷ്യൻ പുസ്തകം മടക്കിയപ്പോൾ സ്വർഗം അതിനപ്പുറം ചിലത് അവന് ഗ്രഹിപ്പാനും വായിപ്പാനും കഴിയാത്തത് അവൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി നീ അറിയണോ, പത്മോസിന്റെ ദ്വീപിലേക്ക്, ഈജിയൻ കടലെടുക്കിലെ ഖനിഗർഭങ്ങൾ നിറഞ്ഞ പത്മോസിന്റെ ദ്വീപിലേക്ക് യോഹന്നാനെ നാട് കടത്തുമ്പോൾ ഡൊമേഷ്യൻ റോമാ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, അവൻ അവിടെ അവസാനിച്ചെന്ന്. പക്ഷേ റോമാ ഗവൺമെന്റിന്റെ പീഡനമുറയ്ക്കകത്ത് പത്മോസിന്റെ ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ട യോഹന്നാന്റെ അടുക്കൽ സ്വർഗത്തിൽ നിന്ന് യേശു ക്രിസ്തു ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, യോഹന്നാൻ നീ എഴുന്നേൽക്ക്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നീ അവസാനിച്ചെന്ന് പറഞ്ഞ ഡൊമേഷ്യൻ അവസാനിക്ക, നീ തിരികെ റോമിലേക്ക് പോകൂ. ഇന്ന് രാത്രി കൺവെൻഷന്റെ 4-ാം രാത്രിയിൽ നിന്റെ വഴി അടഞ്ഞെന്ന് ലോകം വിധി പറഞ്ഞിടത്ത് ദൈവം ചില വാതിലുകളെ തുറക്കുകയാണ്. സകല വാതിലുകളും അടഞ്ഞ യോഹന്നാന്റെ മുൻപാകെ സ്വർഗവാതിൽ തുറന്നു നിർത്തി. നീ അവിടെ അവസാനിച്ചുവെന്ന് പറഞ്ഞ റോമാ ഗവൺമെന്റിന്റെ കൽപ്പനയ്ക്കപ്പുറം നീ ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞ സ്വർഗീയ ഗവൺമെന്റിന്റെ കൽപ്പന. റോമാ ഗവൺമെന്റ് വിളിച്ചു പറഞ്ഞു, ഇവൻ പത്മോസിൽ അവസാനിക്കോ. പക്ഷെ സ്വർഗത്തിലെ ഗവൺമെന്റ് പുതിയ വാതിൽ തുറന്നിട്ടിട്ട് പറഞ്ഞു, നീ കണ്ട സിംഹാസനം, നീ കണ്ട ഡൊമേഷ്യന്റെ സിംഹാസനം പറഞ്ഞു നീ പത്മോസിൽ അവസാനിക്കുമെന്ന്. പക്ഷെ ഞാൻ നിന്റെ മുൻപാകെ ഒരു വാതിൽ തുറന്നിട്ടിരിക്കുന്നു, കയറി വാ, ഇവിടെ ഞാൻ നിന്നെ വേറെ ഒരു സിംഹാസനം കാണിക്കാം. 24 സിംഹാസനങ്ങളാൽ
വട്ടമിട്ടു നിൽക്കുന്ന, പച്ച മരതകവില്ല് വളഞ്ഞു നിൽക്കുന്ന, കണ്ണാടിക്കൊത്ത പളുങ്കുകടൽ നിൽക്കുന്ന, മരതകവും ഗോമേതകവും ഒരുമിച്ച് നിൽക്കുന്ന, തേജസ്വരൂപനായിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം വാഴുന്ന സിംഹാസനം ഞാൻ കാണിച്ചു തരാം. അവന്റെ തിരുവെഴുത്തുകളിൽ, ദൈവത്തിന്റെ തിരുവെഴുത്തുകളിൽ യേശു ക്രിസ്തുവിന്റെ മരണം മാത്രമായിരുന്നില്ല, യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് കൂടെ എഴുതി വെച്ചിരുന്നു. ഇന്ന് രാത്രി ജീവിതത്തിന്റെ കഷ്ടതയുടെ കടും തടവിൽ കൂടി കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രി നീ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. നിന്റെ കഷ്ടത മാത്രമല്ല അവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, നിന്റെ വിടുതല, നിന്റെ മഹത്വ അവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ആമേൻ. ഈ യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 1 തുടങ്ങി 9 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ പീഡാനുഭവമാണ് പ്രവാചകൻ പ്രവചിച്ചതെങ്കിൽ അതിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ശരിയാണ്, അവനെ തകർത്ത് കളവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി. പക്ഷേ അവന്റെ കഷ്ടമോ അവന്റെ തകർച്ചയോ ഒരു ശിക്ഷയായിരുന്നില്ല, അതൊരു യാഗമായിരുന്നു. ലോകം ശിക്ഷാവിധി കൽപ്പിച്ചപ്പോൾ സ്വർഗം വിളിച്ചു പറഞ്ഞു അതൊരു യാഗമായിരിക്കുന്നുവെന്ന്. ആമേൻ. ശിക്ഷിക്കപ്പെടുന്നത് കുറ്റവാളിയാണ്, പക്ഷെ യാഗം കഴിക്കപ്പെടുന്നത് നിരപരാധിയാണ്. ശിക്ഷിക്കപ്പെടുന്നത് അപരാധിയാണ്, പക്ഷേ യാഗം കഴിക്കപ്പെടുന്നത് വിശുദ്ധനായവനാണ്, ഊനമില്ലാത്തവനാണ്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ പറയുകയാണ്, മനുഷ്യന്റെ മുൻപാകെ അവൻ അലങ്കോലമായി, ദൈവത്തിന് അവനെ തകർത്തു കളവാൻ ഇഷ്ടമായി, ദൈവം അവന് കഷ്ടം വരുത്തി. പക്ഷെ ലോകം ചിന്തിച്ചതുപോലെ അതൊരു ശിക്ഷയായിരുന്നില്ല, പകരമോ അതൊരു യാഗമായിരുന്നു. ഇന്ന് രാത്രി ലോകം നിന്റെ മേൽ നോക്കി ഇത് നിന്റെ വിധിയാണെന്ന്, ഇത് നിന്റെ കഷ്ടതയാണെന്ന് പറയുന്നിടത്ത് സ്വർഗം അതിനപ്പുറം പറയുന്നു, ഇല്ല, ഇത് ദൈവത്തിന്റെ യാഗമാണ്. This is the sacrifice. This is not the judgment, but this is the sacrifice. Oh, la rase he lekere he la tol herere se. യെശയ്യാ 53-ന്റെ 1 തുടങ്ങി 9 വരെ വായിച്ചാൽ കണ്ണു നിറയുക. പക്ഷെ അതിന്റെ 10-ാം വാക്യം വായിച്ചാൽ വണ്ടടിക്കും. ആമേൻ. എന്താ 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് അറിയാമോ? ദൈവത്തിന് അവനെ തകർത്ത് കളവാൻ ഇഷ്ടം തോന്നി, ദൈവം അവന് കഷ്ടം വരുത്തി. എന്നിട്ട് പറയുകയാണ്, അവന്റെ കഷ്ടവും തകർച്ചയോ അതൊരു യാഗമായിരുന്നു, അത് ദൈവത്തിന്റെ പദ്ധതിക്കകത്തുള്ളതായിരുന്നു. തകർച്ചയും കഷ്ടവും പാപിക്കാ വരുന്നത്, പക്ഷേ ഇതൊരു വിശുദ്ധന് വന്നതാണ്. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, അവൻ സന്തതിയെ കാണോ എന്ന് പറഞ്ഞാൽ 33.5 വയസ്സുള്ള അവിവാഹിതനായ ഒരു മനുഷ്യനെ ക്രൂശിന്മേൽ കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചു കൊന്നപ്പോ അവന്റെ വംശാവലി അവസാനിച്ചെന്ന്, അവന്റെ തലമുറ തീർന്നെന്ന്, അവന്റെ ചരിത്രം അവസാനിച്ചെന്ന് പറഞ്ഞെടുത്ത് സ്വർഗം പറയുകയാണ്, ഇല്ല, അവൻ ഭൂമിയുടെ 5 വൻകരകളിലോ, സകല ഗോത്രങ്ങളിലോ, സകല ഭാഷകളിലോ, സകല വംശങ്ങളിലോ ഞാനവന് സന്തതിയെ നൽകാം, ഞാനവന് സന്തതിയെ നൽകാം, ഞാനവന് സന്തതിയെ നൽകാം. 33.5 വയസ്സിൽ മരണവിധി വിധിച്ച റോമ ഗവൺമെന്റിനെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് യെശയ്യാ 53:10 അടുത്തത് എഴുതി വെച്ചോ, അവൻ തന്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകോ, അവൻ ദീർഘായുസ് പ്രാപിക്കോ, അവൻ ദീർഘായുസ്. ഹേ പീലാത്തോസേ, നീ മരണവിധി വിധിച്ചില്ലായിരുന്നെങ്കിൽ ആ മനുഷ്യൻ ഒരുപക്ഷെ 80 വയസ്സ് വരെ ജീവിച്ചേനെ, ഒരുപക്ഷെ 90 വയസ്സ് വരെ ജീവിച്ചേനെ. പക്ഷേ നീ 33.5 വയസ്സിൽ മരണവിധി കേൾപ്പിച്ച് യഹൂദന്റെ മതവിധി പ്രകാരമോ റോമന്റെ ഭരണവിധി പ്രകാരമോ കാൽവറിയുടെ ഗിരിമുകളിൽ കാരിരും വാണികൾ മരത്തോട് ചേർത്ത് നീ തല്ലിക്കൊന്ന് തൂക്കിക്കൊന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, മരിച്ചെന്ന് പറഞ്ഞ് നീ അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയിൽ മുദ്ര പതിപ്പിച്ച് കാവല് നിന്ന ആ പുള്ളി ഉണ്ടല്ലോ, അവൻ ഇന്നും ജീവിക്കുന്നു, അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ ഇറങ്ങി വന്ന് പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു.
അവനെ കൊന്നത് നിനക്ക് വല്ലാത്ത ചതിയായി പോയി കേട്ടോ. അവനെ കൊല്ലുന്ന ദിവസം വരെയോ, അവൻ മരണം പ്രാപിക്കുന്ന ദിവസം വരെയോ മരണത്തിന്റെ അധികാരി ആ ചെകുത്താനായിരുന്നു. പക്ഷേ എന്റെ യേശു മരിച്ച ആ രാത്രിയിൽ അവൻ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ അവന്റെ സിംഹാസനത്തിൽ നിന്ന് പറിച്ച് താഴെയിട്ടു. നീ ഭൂമിയിൽ ഇനി കാലുകുത്തരുത്, നീ ഭൂമിയിൽ ഇനി പ്രസംഗിക്കരുത്, നീ ഭൂമിയിൽ ഇനി നിന്നെ കണ്ടുപോകരുതെന്ന് പറഞ്ഞ് റോമാക്കാരനോ യഹൂദനും ചേർത്ത് അവനെ പാതാളത്തിലേക്ക് തള്ളിവിട്ടു. പക്ഷേ ആ രാത്രി പാതാളത്തിൽ കടന്നുപോയ അവൻ എന്ത് ചെയ്തെന്നറിയാമോ? മരണത്തിന്റെയും പാതാളത്തിന്റെയും കള്ളത്താഴുകളെ തല്ലി തകർത്ത് അതിന് സ്വർഗീയ താക്കോലിട്ടിട്ട് താഴിട്ടിട്ട് അതിന്റെ താക്കോൽ എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ അവന്റെ സിംഹാസനത്തിൽ നിന്ന് മറിച്ച് താഴെയിടുക മാത്രമല്ല, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അതിപ്പോൾ എന്റെ കൈവശമോ. യേശുവിനെ പാതാളത്തിലേക്ക് തള്ളിവിടുമ്പോൾ റോമാക്കാരനും യഹൂദ പുരോഹിത വൃന്ദവും ചിന്തിച്ചു അവൻ അവിടെ തീരുമെന്ന്. പക്ഷേ കർത്താവ് അവിടെ പോയി പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ എടുത്തുകൊണ്ട് തിരിച്ചു പോരുന്നു. യേശു കർത്താവ് തിരിഞ്ഞു വന്ന് യോഹന്നാൻ്റെ അടുക്കൽ പറഞ്ഞു, യോഹന്നാൻ, ഞാൻ മരിച്ചവനായിരുന്നു, നീ കണ്ടത് സത്യമാ, കാൽവറിയിൽ എന്നെ കൊന്നതാ. പക്ഷേ ഞാൻ ജനിച്ചു, ഞാൻ വീണ്ടും ജീവിച്ചു. കർത്താവേ, ലാസർ ജീവിച്ചതുപോലെയാണോ? നൈൻ പട്ടണയിലെ വിധവയുടെ മകൻ ജീവിച്ചതുപോലെയാണോ? യേശു പറഞ്ഞു, അല്ലല്ല, ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അപ്പൊ ഇനി ഒരിക്കലും മരിക്കത്തില്ലയോ കർത്താവേ? ഇല്ല, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമാണ്. ഞാൻ മരണം ജയിച്ചിരിക്കുന്നു. ജീസസ്, ഇന്ന് രാത്രി നീ അറിയണം, നിനക്ക് വേണ്ടിയുള്ള തിരുവെഴുത്തുകളിൽ നിന്റെ മരണം മാത്രമല്ല, നിന്റെ ജീവനും എഴുതിയിട്ടുണ്ട്. നിന്റെ ജീവനും എഴുതിയിട്ടുണ്ട്. നിന്റെ തകർച്ചയും താഴ്ചയും മാത്രമല്ല, നിന്റെ വീണ്ടെടുപ്പും എഴുതിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഈ പ്രസംഗത്തിൻ്റെ പ്രഥമ ഭാഗത്തിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഞാൻ അടുത്ത രാത്രിയും നിങ്ങളോടുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ വചനത്തിൽ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എനിക്കൊരു പ്രേരണ നൽകുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ പുസ്തകത്തിൽ മുഴുവൻ കഷ്ടത മാത്രമേ നീ എഴുതിയിട്ടുള്ളൂവെന്ന് നീ കരുതുന്നുണ്ടോ? ഇല്ല, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അടുത്ത താളിനെ അവൻ തുറക്കാൻ പോവുകയാണ്. അടുത്ത താളിനെ അവൻ തുറക്കാൻ പോവുകയാണ്. ഈ 2026 42ാമത് തെക്കൻ മാരാമൺ കൺവെൻഷനിൽ നീ പങ്കെടുത്തത് അവിചാരിതമായിട്ടല്ല. നിന്റെ ജീവിതത്തിൻ്റെ ഒരു ഏട് മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. നിന്റെ ജീവിതത്തിൻ്റെ അടുത്ത ഏട് നീ കാണുന്ന വർഷം ആരംഭിക്കുകയാണ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ മേഘം ഈ പന്തലിനകത്ത്, ഈ ഗ്രൗണ്ടിനകത്ത് ഇറങ്ങി വരുന്നതിനെ ഞാൻ എൻ്റെ ആത്മാവിനകത്ത് കാണുന്നു. ഇന്നലെ വരെ മരണമാണ് ചില കുടുംബങ്ങൾക്കകത്ത്. ഇന്ന് രാത്രി ജീവൻ വ്യാപരിക്കാൻ തുടങ്ങുകയാണ്. ഇന്നലെ വരെ മാത്രം നിന്ന ചില കുടുംബങ്ങൾക്കകത്ത് ഇന്ന് തുടങ്ങി മാന്യത വെളിപ്പെടാൻ പോവുകയാണ്. ഇന്നലെ വരെ ദാരിദ്ര്യം മാത്രം നിന്ന കുടുംബത്തിനകത്ത് ഇന്ന് രാത്രി ദൈവം നിനക്ക് അഭിമുഖമായി വരുന്ന രാത്രിയാണ്. എൻ്റെ സഹോദരങ്ങളെ, അവൻ തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തു. അടുത്ത ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി. നാളെ രാത്രി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ മരണം എഴുതിയ പുസ്തകത്തിൽ നിന്റെ ജീവനും എഴുതിയിട്ടുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നെ ആ നിലയിൽ ശുശ്രൂഷയിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രമോഷ് മഹാസത്താരിയ, ഈ രാത്രി ഇവിടെ ചില ജീവിതങ്ങൾ തിരിയുന്ന രാത്രിയാണ്. ഈ രാത്രി ഇവിടെ ചില കുടുംബങ്ങളുടെ അവസ്ഥകൾ തിരിയുന്ന രാത്രിയാണ്. എൻ്റെ സഹോദരങ്ങളെ, 40 സംവത്സരം അന്യ കുടുംബത്തിൽ കടന്നു ചെന്ന്, അന്യജാതിക്കാരൻ്റെ ഇടയിൽ കടന്നു ചെന്ന് ഒരു ആട്ടിടയനായി ജീവിതം തീർക്കുന്ന മോശ എന്ന് പറയുന്ന മനുഷ്യൻ
ആമേൻ. ജനിച്ച് മാസങ്ങൾ തികയുന്നതിന് മുന്നമേ സ്വന്തം കുടുംബത്തിൽ ജീവിക്കാൻ നിവർത്തിയില്ലാതെ നാടുകട ആമേൻ വേറൊരു ജാതിക്കാരൻ്റെ വളർത്തുമകനായി ജീവിക്കേണ്ടി വന്ന മനുഷ്യൻ കേട്ടോ. സ്വന്തം അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേറൊരു വീട്ടിൽ ദത്തുപുത്രനായി വളർത്തപ്പെടേണ്ട സാഹചര്യം വന്ന ഒരു മകൻ. നമ്മളൊക്കെ ഇങ്ങനെ പറയും ഫറവോൻ്റെ പുത്രിയുടെ മകനായിട്ടൊക്കെ വളർന്നെന്ന്. പക്ഷെങ്കിൽ പെറ്റമ്മയും സ്വന്തം അച്ഛനും ഇപ്പുറത്തെ വീട്ടിൽ താമസിക്കുമ്പോൾ അവരുടെ ലാളനെ അനുഭവിക്കാതെ, സ്വന്തം അമ്മയുടെ അമ്മിഞ്ഞ പാല് കുടിക്കാൻ കഴിയാതെ, സ്വന്തം അപ്പൻ്റെ മടിത്തട്ടിൽ കയറിയിരുന്ന് മുടി പിച്ചിപ്പറിക്കാൻ കഴിയാതെ, സ്വന്തം ചേട്ടൻ്റെ അനിയൻ്റെ സ്വന്തം സഹോദരങ്ങളുടെ കൂടെ കുറ്റിയും കോലും കളിക്കാൻ കഴിയാതെ അന്യ കുടുംബത്തിൽ കയറി ചെന്ന് ഒരു അന്യമകനായി ജനിച്ചു വളർത്തപ്പെടുന്ന മനുഷ്യൻ. എന്തുകൊണ്ട് കർത്താവേ ഇങ്ങനെയൊക്കെ ഇത് സംഭവിക്കുന്നു? എന്തൊരു ഗതികെട്ട ജീവിതമായത്. സ്വന്തം അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വല്ല കുടുംബത്തിലും പോയി ജീവിക്കേണ്ടി വരുന്നു. സ്വന്തം അമ്മ വന്ന് പാലൂട്ടാൻ വരുമ്പോഴോ അവരെ വിളിക്കുന്നത് നേഴ്സമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. ആമേൻ. കാരണം അവൻ്റെ പെറ്റമ്മയാണെങ്കിലോ പെറ്റമ്മയെ പോലെ ഒന്ന് വാരിയെടുക്കാൻ കഴിയത്തില്ല. വീട്ടിലെ ഒരു വേലക്കാരിയെ പോലെ കുഞ്ഞിനെ വളർത്തുന്നു. പലപ്പോഴും വേലക്കാരിയോട് കാണിക്കുന്ന ധാർഷ്ട്യം സ്വന്തം പെറ്റമ്മയോടാ കാണിച്ചതെന്നാ കൊച്ചു കുഞ്ഞ് അറിഞ്ഞില്ല. വളർന്നേറെ കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. എല്ലാ ദിവസവും ഒരു പണിക്കാരിയെ പോലെ എന്നെ വന്ന് ശുശ്രൂഷിച്ചിട്ട് പോയത് എൻ്റെ പെറ്റമ്മയായിരുന്നെന്ന്. എന്തിനാ അപ്പനെ ഈ വേദനയൊക്കെ ഇങ്ങനെ അനുഭവിപ്പിക്കുന്നേ? ഇങ്ങനെയൊക്കെ കാലം കഴിഞ്ഞിട്ട് യൗവനമെത്തിയപ്പോൾ അറിഞ്ഞു എൻ്റെ സ്വന്തം കുടുംബം ഇതാണ്, എൻ്റെ കുലം ഇതാണെന്ന്. അടിക്കപ്പെടുന്ന സ്വന്തം കുലത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ആ കുലം തന്നെ തിരിച്ച് ചവിട്ടാൻ നിൽക്കുന്നത് കണ്ട് കയറി ചെല്ലാൻ ഒരു വീടില്ലാതെ നാട് വിട്ട് വല്ല കുടുംബത്തിലും പോയി കൊട്ടാരത്തിൽ വളർത്തപ്പെട്ട സംവിധാനങ്ങൾ മുഴുവൻ മറന്ന് അന്യനാട്ടിൽ പോയി ഒരാട്ടിടയനായി മരുഭൂമിക്കപ്പുറം ചെമ്പിച്ച തലമുടിയും പാറിപ്പറന്ന ജരാനരകൾ പിടിക്കുന്ന ശരീരവുമായി ആമേൻ മരുഭൂമിയുടെ ഉച്ചവെയിലേറ്റ് വാടിത്തളരുമ്പോൾ ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഒരു മുള്ളു നിന്ന് കത്തുന്നത് കണ്ടോ. കത്തുന്ന മുള്ളിനെ കണ്ടിട്ട് ഒന്നും തോന്നാതിരുന്ന മനുഷ്യൻ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു കാഴ്ച കണ്ടു. മുള്ള് കത്തിയിട്ടും അണയുന്നില്ല, കത്തിയിട്ടും കരിയുന്നില്ല. അവനൊരു സംശയം തോന്നി. കത്താത്ത മുള്ളുണ്ടോ? എരിയാത്ത മുള്ളുണ്ടോ? കത്തിച്ച് കളയാത്ത, ദഹിപ്പിച്ച് കളയാത്ത അഗ്നിയുണ്ടോ? ഇന്ന് വരെ ഞാൻ കണ്ട കഷ്ടതയുടെ തീയെല്ലാം ദഹിപ്പിച്ച് കളയുന്നതാ. ഇന്ന് വരെ ഞാൻ കണ്ട വേദനയെല്ലാം ദഹിപ്പിച്ച് കളയുന്നതാ. പക്ഷെ ഇതാ ഒരു അഗ്നി, ദഹിപ്പിക്കാത്ത ഒരു അഗ്നി. കയറി ചെന്ന മനുഷ്യൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം പേര് ചൊല്ലി വിളിക്കുന്നത് കേട്ടോ. ആ വിളിയുടെ മുൻപാകെ ചെരുപ്പൂരി അടുത്തു ചെന്ന് നിന്ന മനുഷ്യന്റെ അടുക്ക ചോദിച്ചോ, എടാ നിന്റെ കയ്യിലിരിക്കുന്ന സംഗതി എന്താ? ഇതൊരു വടിയാ കർത്താവേ, എന്തിനാ നീ വടി കൊണ്ട് നടക്കുന്നേ? ഞാൻ ആടിനെ മേയ്ക്കുക, ആടിനെ മേയ്ക്കാനാ നീ വടിയെടുത്തത്, സത്യമാ. പക്ഷേ നിന്റെ കയ്യിലിരിക്കുന്ന ഇതേ വടി കൊണ്ട് നീ നാട് കടത്തപ്പെട്ട രാജ്യത്തിലേക്ക് ഞാൻ നിന്നെ തിരിച്ചയക്കാൻ പോവുകയാ. നീ ആടിനെ മേയ്ക്കാൻ വെട്ടിയ വടി കൊണ്ട് ഞാൻ മന്ത്രവാദികളെ കീഴ്പ്പെടുത്താൻ പോവുകയാ. നീ ആടിനെ മേയ്ക്കാൻ എടുത്ത വടി കൊണ്ട് ഞാൻ മിസ്രൈമിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാ. നീ ആടിനെ മേയ്ക്കാൻ എടുത്ത വടി കൊണ്ട് ഞാൻ നിന്റെ മുൻപാകെ പ്രപഞ്ചത്തെ തലകീഴായി നിർത്താൻ പോവുകയാ. നിന്റെ ജീവിതത്തിൽ ആരും അറിയാത്ത ചിലത് ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ചിലരോട് ഞാൻ പറയുന്നു, നിന്റെ സ്വപ്നത്തിൽ പോലും നിരൂപിക്കാത്ത ചിലത് നിന്റെ ഇടയവടി കൊണ്ട് ദൈവം ചെയ്യുന്ന രാത്രിയായത്. നീ പ്രതീക്ഷിക്കാത്ത ചിലത് നിനക്ക് വേണ്ടി അവൻ തന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാത്രി എഴുന്നേറ്റ് നിന്നാട്ട്. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തെ നോക്കി ഇവിടം കൊണ്ട് നീ തീർന്നെന്നും അവസാനിച്ചെന്നോ, ഇതാണ് നിന്റെ ഗതിയെന്നും ഗതികെട്ടവനെന്നും പറഞ്ഞവരുടെ മുൻപാകെ ഈ രാത്രി നിന്റെ ജീവിതം തിരിയുകയാണ്. നീ ഇതുവരെയും വായിച്ചിട്ടില്ലാത്തതൊന്നും നിന്റെ ജീവിതത്തിലുണ്ട്. നീ ഇതുവരെയും കേട്ടിട്ടില്ലാത്തതൊന്നും നിന്റെ ജീവിതത്തിലുണ്ട്. നീ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തതൊന്നും നിന്റെ ജീവിതത്തിലുണ്ട്. ഇന്ന് രാത്രി അത് നിന്റെ ജീവിതത്തിൽ സ്വർഗം തുറക്കുകയാണ്. എല്ലാവരും പറഞ്ഞ് നിന്റെ മരണം എഴുതിയിട്ടുണ്ടെന്ന്, എല്ലാവരും പറഞ്ഞ് നിന്റെ അടക്കം എഴുതിയിട്ടുണ്ടെന്ന്. പക്ഷെ സ്വർഗം പറഞ്ഞോ, നിന്റെ മരണവും അടക്കവും മാത്രമല്ല, നിന്റെ ഉയർപ്പ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിന്റെ താഴ്ചയും തകർച്ചയും
ഇന്ന് രാത്രി ഞാനത് തിരുവെഴുത്തുകളെ വിട്ടിട്ട് അപ്പുറത്തോട്ടൊന്ന് പറയുക. മനുഷ്യൻ അവന്റെ ബുദ്ധിക്കകത്ത് നിന്നെ കുഴിച്ചു മൂടാനുള്ള കുഴി വെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം അതിനപ്പുറത്ത് നിനക്ക് വേണ്ടി ഒന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട്. ജ്യോതിഷിയും ജാതകവും നിന്നെ നോക്കിയപ്പോൾ നിന്റെ തകർച്ച വരെ കണ്ടുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ദൈവം ചിലത് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിന്നോട് വിളിച്ചു പറയുന്നു, ലോകത്തിന് അറിയാത്തതൊന്ന്, ലോകത്തിന് ചിന്തിക്കാൻ കഴിയാത്തതൊന്ന് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. ഒരു കണ്ണും കണ്ടിട്ടില്ല, ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഇന്ന് രാത്രി ഇതിനകത്ത് നിന്റെ ജീവിതം തിരിയുന്ന രാത്രിയാ, ജീവിതം തിരിയുന്ന രാത്രിയാ. നിന്റെ ജീവിതത്തിൽ നീ പോരാട്ടങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, കഷ്ടതകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, നിന്ദകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേദനകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ നീ കാണാത്തതൊന്ന്, വായിക്കാത്തതൊന്ന് നിനക്ക് വേണ്ടി ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി അതിന്റെ താളുകൾ മറയ്ക്കുകയാ. നിന്റെ ലൈഫിന്റെ അടുത്ത ചാപ്റ്റർ, നിന്റെ ലൈഫിന്റെ അടുത്ത ഏട് ഇന്ന് രാത്രി സ്വർഗം തുറക്കുകയാ. ദൈവം നിനക്ക് വേണ്ടി എഴുതി വെച്ച നന്മയുടെ അധ്യായ ഇന്ന് രാത്രി ദൈവം തുറക്കുകയാ. ശാപത്തിന്റെ അധ്യായങ്ങൾ കഴിഞ്ഞു, അനുഗ്രഹത്തിന്റെ അധ്യായ, വിലാപത്തിന്റെ അധ്യായങ്ങൾ കഴിഞ്ഞു, നൃത്തത്തിന്റെ അധ്യായ, രട്ടിന്റെ അധ്യായങ്ങൾ കഴിഞ്ഞു, ഉത്സവ വസ്ത്രത്തിന്റെ അധ്യായ ഇന്ന് രാത്രി സ്വർഗം അത് നിനക്ക് വേണ്ടി തുറക്കുന്ന രാത്രിയാണ്. ഇതാ പരിശുദ്ധാത്മാവ് നിന്നെ അതിനകത്ത് കൺഫേം ചെയ്യുന്നു. ഈ രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ ശരീരത്തിന്മേൽ അതിന്റെ ഉറപ്പ് തരുന്നു. ഈ രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ ആത്മമണ്ഡലത്തെ അതിന്റെ ഉറപ്പ് തരുന്നു. നീ ബഹുകാലമായി കഷ്ടതയുടെ ചരിത്രം കണ്ട മനുഷ്യനാ, നീ ബഹുകാലമായി പീഡനത്തിന്റെ ചരിത്രം കണ്ട മനുഷ്യനാ, നീ ബഹുകാലമായി നിന്നയും അപമാനത്തിന്റെയും മാത്രം ചരിത്രം കണ്ട മനുഷ്യനാ. പക്ഷെ ഇന്ന് രാത്രി ദൈവം അതിനെ തിരിക്കുന്ന രാത്രിയാ. എത്ര പേർ ഈ രാത്രി വിശ്വസിക്കുന്നു? ഇതെന്റെ തിരിവിന്റെ രാത്രിയാണ്, ഈ രാത്രി എന്റെ തിരിവിന്റെ രാത്രിയാണ്, ഈ രാത്രി എന്റെ തിരിവിന്റെ രാത്രിയാണ്. നിന്റെ മാറാ മധുരമാകുന്ന രാത്രിയാണ്, നിന്റെ മാറാ മധുരമാകുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി നിന്റെ മാറാ മധുരമാകുന്ന രാത്രിയാണ്. ഈ രാത്രി നിന്റെ മാറാ മധുരമാകുന്ന രാത്രിയാണ്. ഹോളി സ്പിരിറ്റ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലരെ പേഴ്സണലി സന്ധിക്കുന്ന രാത്രിയാണ്. എൻ്റെ സഹോദരങ്ങളെ, മരുഭൂമിയിൽ ഒരു ഉറവ ഒഴുകിക്കൊണ്ടിരുന്നു. ആ ഉറവയിൽ എന്നും കയ്പായിരുന്നു. ആ ഉറവയിൽ നിന്ന് ആരും വന്ന് കുടിച്ചിട്ടില്ല. ആ ഉറവയിൽ വരുന്നവരെല്ലാം വഴിമാറിപ്പോകും. പക്ഷെ ആ ഉറവയുടെ തീരത്ത്, ആ തോടിൻ്റെ തീരത്ത് ഒരു ഗതികെട്ട ഒരു തന്നിപ്പുണ്ടായിരുന്നു. എല്ലാവർക്കും ഈ ഉറവയിൽ വന്ന് കുടിച്ചു നോക്കിയിട്ട് കയ്പ്, മാറാ എന്ന് പറഞ്ഞ് അതിനെ ഇട്ടിട്ട് പോകാം. പക്ഷേ അതിനകത്തൊരു ഗതികെട്ടവൻ നിൽപ്പുണ്ടായിരുന്നു. അവന് ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ വഴിയില്ലായിരുന്നു. അവൻ ജനിച്ച നാൾ തുടങ്ങി കുടിക്കുന്നത് എന്താണെന്നറിയാമോ? മാറയാ. അവൻ ജനിച്ച നാൾ തുടങ്ങി കുടിക്കുന്നത് മാറയാ. അവനിപ്പോൾ വളർന്നു വളർന്ന് വലിയൊരു വൃക്ഷമായി. ആ വൃക്ഷത്തിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചോ, നീ ഇത്ര നാളും കുടിച്ച വെള്ളമേതാ? അവൻ പറഞ്ഞു, ഞാൻ കുടിച്ചത് മുഴുവൻ മാറയാ. നീ എന്താ എല്ലാവരും ഈ മാറ കണ്ടിട്ട് മാറിപ്പോയില്ലേ, നീ മാത്രം എന്താ ഈ മാറ കണ്ടിട്ട് മാറിപ്പോകാഞ്ഞത്? അവൻ പറഞ്ഞു, എനിക്ക് ഈ മാറയിൽ നിന്ന് മാറിപ്പോകാൻ ഒരു നിവർത്തിയില്ല. എൻ്റെ ഗതിയാണോ ഗതികേടാണോ എന്നറിയത്തില്ല. ഞാൻ ഈ മാറയുടെ തീരത്ത് നിൽക്കുകയാണ്. പക്ഷെ കാലങ്ങളേറെ കഴിഞ്ഞു. ഒരു മനുഷ്യൻ അവിടെ കടന്നു വന്നു. 80-ലധികം വയസ്സുള്ള ഒരു മനുഷ്യൻ അവിടെ കടന്നു വന്നിട്ട് ആ മാറയുടെ തീരത്ത് നിന്ന് വെള്ളം കോരി കുടിച്ച് കയ്പിനകത്ത് മുഖം സങ്കടപ്പെടുമ്പോൾ എല്ലാവരും ഓടിപ്പോകുന്നത് പോലെ ആ മനുഷ്യൻ അവിടുന്ന് പോയില്ല. ആ മനുഷ്യൻ ആ മാറയുടെ തീരത്ത് നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. സ്വർഗത്തിലെ ദൈവം ആ മനുഷ്യന്റെ അടുക്ക ചോദിച്ചോ, മോശേ, അവിടെ ഒരു മരം നിൽക്കുന്നത് കണ്ടില്ലേ? എല്ലാവരും ഈ മാറയിലെ വെള്ളം കയ്പാണെന്ന് പറഞ്ഞ് ഓടിപ്പോയിട്ട ഈ കയ്പ് മാത്രം കുടിക്കാൻ വിധിക്കപ്പെട്ട ഒരുത്തൻ അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ? ഇത്ര കാലം ഈ കയ്പ് കുടിച്ചിട്ട് എന്ത് ഗുണമുണ്ടായെന്ന് അവൻ പലപ്പോഴും എന്നോട് ചോദിച്ചു. ഞാൻ അവൻ്റെ അകത്തൊരു കൃപയിട്ടു, ഞാൻ അവൻ്റെ അകത്തൊരു അധികാരമിട്ടു. അവന് കഴിയത്തില്ല ഈ മാറയിലൊന്നും ചെയ്യാൻ. നീ അതിനകത്തുനിന്നൊരു കൊമ്പ് വെട്ടി ഈ മാറയ്ക്കകത്തൊന്നിട്. ഇത്ര കാലം അവൻ സഹിച്ച കയ്പിനെ മധുരമാക്കാൻ മോശയുടെ അടുക്ക ഞാൻ ചോദിച്ചു, മോശേ, താങ്കൾ എങ്ങനെയാണ് മാറയെ മധുരമാക്കിയത്? മോശ പറയും, ഞാനല്ല മാറയെ മധുരമാക്കിയത്, അത് ദൈവവും
ആ മരവും കൂടെ കൂടിയ ആ മാറയെ മധുരമാക്കിയത്. ഇന്ന് രാത്രി ആ വൃക്ഷത്തെ പോലെ നീ നിൽക്കുന്നത്. എല്ലാവരും ഈ മാറയിൽ നിന്ന് എങ്ങോട്ടോ എസ്കേപ്പായി, എല്ലാവരും ഈ ശാപത്തിൽ നിന്ന് എങ്ങോട്ടോ എസ്കേപ്പായി, എല്ലാവരും ഈ ഗതികേടിൽ നിന്ന് എങ്ങോട്ടോ എസ്കേപ്പായി. പക്ഷെ നിനക്ക് മാത്രം ഗതി പിടിക്കാൻ പറ്റുന്നില്ല. ഈ മാറയിൽ നിന്ന് നിനക്ക് മാത്രം ഊരിപ്പോകാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി ഞാൻ നിന്നോട് പറയുന്നു, ഈ മാറയിൽ നിന്ന് നിനക്കൊരു എസ്കേപ്പ് ഇല്ല. ഈ മാറയിൽ നിന്ന് നിനക്കൊരു ഓടിപ്പോക്കില്ല. ഈ മാറയിലേ നീ അവസാനിക്കത്തുള്ളൂ. പക്ഷെ ഇന്ന് രാത്രി നിന്റെ മേലിൽ ഒരു മോശ വന്ന് തൊടുകയാണ്. ഒരു അഭിഷക്തനുമായി ദൈവം നിന്നെ സന്ധിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയാ, ആമേൻ, ആ വൃക്ഷത്തിന് ഒരു പക്ഷേ 80 വയസ്സുണ്ടെന്നിരിക്കട്ടെ. ഇതേ 80 വയസ്സുള്ള ഒരു മനുഷ്യൻ, ഇത്രകാലവും ജീവിതത്തിന്റെ മാറാ കുടിച്ച മനുഷ്യൻ വന്ന്, ആമേൻ, മാറാ കുടിച്ച മരവും മാറാ കുടിച്ച മനുഷ്യനും കൂടെ ഒന്നിക്കുകയാണ്. ജീവിതത്തിന്റെ കയ്പ് കുടിച്ച മോശയോ, മാറയുടെ കയ്പ് കുടിച്ച മരവോ, കഷ്ടത അനുഭവിച്ച 2 അഭിഷക്തന്മാർ ഒന്നിച്ചാൽ, പ്രതികൂലം അനുഭവിച്ച 2 പേർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ, ഓഹോ, വെല്ലുവിളി നേരിട്ട 2 പേർ ഒരുമിച്ച് കൈകോർത്താൽ, ഇന്ന് രാത്രി നിന്റെ മാറാ മധുരമാവുകയാണ്. ഈ രാത്രി നിന്റെ മാറാ മധുരമാവുകയാണ്.